ഒരു ദിവസം നൂറുകണക്കിന് വിമാനങ്ങൾ പറന്നു പോകുന്ന വിമാനത്താവളമാണ് ലണ്ടനിലെ ഹീത്രൂവിലേത്. ഇപ്പോഴത്തെ എയർപോർട്ടിലെ 2 വിമാനങ്ങളുടെ ചിറകുകൾ തമ്മിൽ കൂട്ടിമുട്ടിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 121 യാത്രക്കാരുമായി പറക്കാൻ തുടങ്ങിയ ബ്രിട്ടീഷ് എയർവേസും മറ്റൊരിടത്തേക്ക് പാർക്കിങ്ങിനായി പോവുകയായിരുന്ന വിർജിൻ അറ്റ്ലാന്റിക് എയർക്രാഫ്റ്റുമാണ് കൂട്ടിമുട്ടിയത്. സംഭവത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ബോയിംഗ് 787-9 വിമാനം ടെർമിനൽ 3 സ്റ്റാൻഡിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടതുപോലെയാണ് നിലതെറ്റിയത്. വിമാനം ലാൻഡ് ചെയ്ത ശേഷം എയർഫീൽഡിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകവെയാണ് ഇങ്ങനെ സംഭവിച്ചത്. വലിച്ചു കൊണ്ടുപോയ വിമാനത്തിന്റെ ചിറകുകളിലൊന്ന് മറ്റേ വിമാനത്തിന്റെ ചിറകിൽ കൊളുത്തുകയായിരുന്നു. ഘാനയിലെ അക്രയിലേക്ക് 12:40 പുറപ്പെടാനിരുന്ന വിമാനമായിരുന്നു ബ്രിട്ടീഷ് എയർവേസ്. അപകടത്തെ തുടർന്ന് അവർക്കായി മറ്റൊരു വിമാനം നൽകിയതായി ബ്രിട്ടീഷ് എയർവേസ് പറഞ്ഞു. വൈകിട്ട് 6 മണിക്ക് പുറപ്പെടുന്ന തരത്തിലേക്ക് അത് പുനഃക്രമീകരിച്ചാണ് സർവീസ് നടത്തിയത്. അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ മറ്റു പ്രവർത്തനങ്ങൾക്കൊന്നും തടസ്സമുണ്ടായിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു. വിർജിൻ അറ്റ്ലാന്റിക് കരാർ പ്രകാരം ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ് വിമാനത്തെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർക്ക് ചെയ്യുവാൻ കൊണ്ടുപോയത്. സംഭവത്തിൽ തങ്ങൾ അന്വേഷണം നടത്തി വരികയാണെന്നും സർവീസ് നിർത്തിയ തങ്ങളുടെ വിമാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടെന്നും വിർജിൻ അറ്റ്ലാന്റിക് അറിയിച്ചു. മുൻകരുതൽ നടപടിയെന്ന നിലയിൽ കൂട്ടിയിടി നടന്നതിനു പിന്നാലെ അത്യാഹിത വിഭാഗങ്ങൾ സ്ഥലത്തെത്തിയിരുന്നു.